മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും സുഹൃത്ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ ചിത്രമായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ സൂപ്പർ സ്റ്റാർ പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ. ആക്ഷേപഹാസ്യം എന്ന ലേബലിൽ പുറത്തിറങ്ങിയ ചിത്രം മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ കണക്കിന് പരിഹസിച്ചു. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ സൂപ്പർ സ്റ്റാറായ സരോജ് കുമാർ മോഹൻലാലിനെ ഉന്നം വെച്ചുള്ള കഥാപാത്ര സൃഷ്ടിയായിരുന്നെന്നും ആരോപണമുണ്ടായിരുന്നു. മോഹൻലാൽ ഇതിനെതിരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും മോഹൻലാലിന്റെ സന്തത സഹചാരിയായ ആന്റണി പെരുമ്പാവൂരും ശ്രീനിവാസനും തമ്മിലുള്ള തുറന്ന പോര് ഏറെ ചർച്ചയായിരുന്നു. സരോജ് കുമാർ സംഭവിച്ചതിനു ശേഷം ഒരു മോഹൻലാൽ ശ്രീനിവാസൻ ചിത്രം ഉണ്ടായിട്ടുമില്ല. ഒരു നാൾ വരും എന്ന ചിത്രമായിരുന്നു അവസാനമായി ഇരുവരും ഒന്നിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സരോജ് കുമാർ പുറത്തിറങ്ങിയതിനു ശേഷം ശ്രീനിവാസന് ഒരു മികച്ച കഥാപാത്രം ലഭിച്ചിട്ടില്ല എന്നതാണ്. ചിത്രത്തിന്റെ സംവിധായകനായ സജിൻ രാഘവും പിന്നീട് ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. മോഹൻലാലിനെ ശത്രുപക്ഷത്ത് നിർത്തിയതുകൊണ്ടാണ് ഇരുവർക്കും പിന്നീട് മലയാള സിനിമയിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതെന്നും ആരോപണമുണ്ട്. നാടോടിക്കാറ്റിന്റെ 4ാം ഭാഗവുമായി മോഹൻലാലും ശ്രീനിവാസനും വീണ്ടും ഒന്നിക്കുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. പത്തേമാരെ ഒഴിച്ചു നിർത്തിയാൽ അതിനുശേഷം ശ്രീനിവാസന് ശ്രദ്ധേയമായ കഥാപാത്രം ലഭിച്ചിട്ടില്ലെന്ന് പറയാം.